സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധമുള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. ഒരു പടിയിൽ നിന്നും മുകളിലേക്ക് കയറാൻ ചെറിയൊരു കാൽവയ്പ് മാത്രം മതി. എന്നാൽ അതിനുപോലും തയ്യാറാക്കാത്തവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ ഗോവണി കിട്ടിയാലും പ്രയോജനമില്ല. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിലെല്ലാം എളുപ്പമാകുന്നു. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം വിജയവും നേടാനാകും. ഏറ്റവും മികച്ചതിന് വേണ്ടി മാത്രം നിലകൊള്ളുക. എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നിർവഹിക്കുക. അത് നിങ്ങളെ ഉയരത്തിലെത്തിക്കും, നിങ്ങൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ. ഏറ്റവും മികച്ച ആശയങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല. അവ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിക്കാണ് കുറവ്. വിജയം ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. അതിനാൽ നിരവധി രാത്രികൾ ഉറക്കമിളച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. നദികൾ ഒരിക്കലും പിറകോട്ടൊഴുകാറില്ല. നദികളെ മാതൃകയാക്കി ഭാവിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് കുതിക്കുക. ഭൂതകാലത്തെ മറക്കുക. ചിലപ്പോൾ നിങ്ങൾ ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആരായിരുന്നു എന്നതിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. 1000 യുദ്ധങ്ങളിൽ 1000 പ്രാവശ്യം ജയിക്കുന്നതിനേക്കാൾ മഹാവിജയമാണ് അവനവന്റെ നേർക്കുള്ള വിജയം. പ്രകടിപ്പിക്കാത്ത സ്നേഹം, കഴിക്കാത്ത ഭക്ഷണം, ചിലവഴിക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരമില്ലാത്തവയാണ്. മനുഷ്യൻ വീട് മാറുന്നു, വസ്ത്രം മാറ്റുന്നു, ബന്ധങ്ങൾ മാറ്റുന്നു, എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ തൻ്റെ സ്വഭാവം മാറ്റുന്നില്ല. ഏറ്റവും വലിയ സന്തോഷത്തിന് കാത്തു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. നാം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു, എന്നാൽ അതിനുള്ള ശൂന്യതയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നത്. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ തല കുലുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒറ്റയായ മനുഷ്യനും ഉറവയില്ലാത്ത കിണറും ഒരുപോലെയാണ്. രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. ആഗ്രഹം സഫലമായില്ലെങ്കിൽ കോപം വർദ്ധിക്കുന്നു. ആഗ്രഹം സഫലമാകുമ്പോൾ അത്യാഗ്രഹം വർദ്ധിക്കുന്നു. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.